ഇത് ഏകപക്ഷീയമായ ഒരു അധികാര സമ്പ്രദായത്തെ ഈ രാജ്യത്ത് അധികാരത്തിലെത്തിക്കും. അത് ഈ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ പൈതൃകങ്ങളെയും സംസ്കാരങ്ങളെയും സംസ്ഥാനങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും ചവിട്ടിമെതിക്കും. ഒരു ഉത്തർപ്രദേശോ ഒരു മധ്യപ്രദേശോ ഒരു ബീഹാറോ വിചാരിച്ചാൽ ഈ രാജ്യത്ത് ഒറ്റയ്ക്കൊരു സർക്കാരിനെ ഉണ്ടാക്കാൻ കഴിയും. അതൊരു ഏകാധിപത്യ പ്രവണതയിലേക്ക് നയിക്കപ്പെടും. രാഷ്ട്രീയ അധികാരം ഏകപക്ഷീയമായി തീരും. അവരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. അത് ഈ രാജ്യത്തിൻ്റെ മനോഹാരിതയെ ഇല്ലാതാക്കും. നമസ്കാരം. നമ്മൾ ഡീലിമിറ്റേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള പാർലമെന്റിലേക്കുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഭരണഘടനയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള മണ്ഡലങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന പുനർനിർണ്ണയം, അതാണ് ഡീലിമിറ്റേഷൻ. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നതനുസരിച്ച് ഓരോ സെൻസസിന് ശേഷവും മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 1976 ഇത് 2001 വരെയും 2001 ഇത് 2026 വരെയും പല കാരണങ്ങൾ കൊണ്ട് നീട്ടിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി വരാൻ പോകുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണഘടനാ ആശയത്തെ മുൻനിർത്തി മണ്ഡല പുനർനിർണ്ണയം നടത്താൻ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇങ്ങനെ ഒരു ആശയം ഭരണഘടനയിൽ പങ്കുവെക്കുന്നുണ്ട് എങ്കിലും ജനസംഖ്യാ അനുപാതത്തിന് അനുസൃതമായി മണ്ഡലങ്ങൾ പുനർനിർണ്ണയം നടത്തുമ്പോൾ അത് ഈ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളുടെയും ആ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിൽ രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഏറ്റവും വ്യത്യസ്തമായ രാജ്യവും ഇന്ത്യയാണ്. വിവിധങ്ങളായ സംസ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായ ഭാഷകൾ, അതിനനുസൃതമായ താല്പര്യങ്ങൾ, അങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ രാജ്യം. നമുക്കെല്ലാവർക്കും അറിയാം, അനിയന്ത്രിതമായ അളവിലുള്ള ജനസംഖ്യാ വർധനവ് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് തടസ്സമായി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി അധികാരത്തിലെത്തിയ സർക്കാരുകൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പരിപാടികളും പദ്ധതികളും പല ഘട്ടങ്ങളായി നടപ്പിലാക്കിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കുകയും ജനസംഖ്യാ നിയന്ത്രണം വികസനത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്ത കുറേയധികം സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം വളരെ മനോഹരമായി നടപ്പിലാക്കി. പക്ഷേ അതേസമയം തന്നെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇത്തരം പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാതെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സംസ്ഥാനങ്ങളിൽ ഘട്ടം ഘട്ടമായി നിയന്ത്രണങ്ങളില്ലാതെ ജനസംഖ്യ വർദ്ധിക്കുന്ന അവസ്ഥാവിശേഷവും ഉണ്ടായി. ഇന്ന് ഈ ഡീലിമിറ്റേഷനെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളൊക്കെ ആശങ്കയിലാണ്. ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഈ സംസ്ഥാനങ്ങൾക്കാണ്. അതേസമയം രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാതെയിരുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാവും. ഒരു നല്ല കാര്യം കൃത്യമായി നടപ്പിലാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയിലേക്കുള്ള പ്രാതിനിധ്യം നഷ്ടപ്പെടുക എന്നുള്ളത് എത്രത്തോളം സങ്കടമുള്ള കാര്യമാണ്. ഇതുമാത്രമല്ല, വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾക്ക് ഈ രാജ്യത്ത് കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കാതിരിക്കുമ്പോൾ അസമത്വം സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുമാത്രമല്ല, ഇത് ഏകപക്ഷീയമായ ഒരു അധികാര സമ്പ്രദായത്തെ ഈ രാജ്യത്ത് അധികാരത്തിലെത്തിക്കും. അത് ഈ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ പൈതൃകങ്ങളെയും സംസ്കാരങ്ങളെയും സംസ്ഥാനങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും ചവിട്ടിമെതിക്കും. നമുക്ക് കൃത്യമായി അറിയാം, ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. നിലവിലുള്ള ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം നടത്തിയാൽ ഇത്രയധികം വൈവിധ്യങ്ങളുള്ള ആ വൈവിധ്യങ്ങൾക്കനുസൃതമായ താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ പോകും. ഒരു ഉത്തർപ്രദേശോ ഒരു മധ്യപ്രദേശോ ഒരു ബീഹാറോ വിചാരിച്ചാൽ ഈ രാജ്യത്ത് ഒറ്റയ്ക്കൊരു സർക്കാരിനെ ഉണ്ടാക്കാൻ കഴിയും. അത് ഈ രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. അതൊരു ഏകാധിപത്യ പ്രവണതയിലേക്ക് നയിക്കപ്പെടും. രാഷ്ട്രീയ അധികാരം ഏകപക്ഷീയമായി തീരും. അവരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. അത് ഈ രാജ്യത്തിൻ്റെ മനോഹാരിതയെ ഇല്ലാതാക്കും. എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, രാജ്യത്തിൻ്റെ വിഷയമാണ്. വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾക്ക് ആ സംസ്ഥാനങ്ങൾക്ക് അനുസൃതമായ രൂപപ്പെട്ട സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിൻ്റെ കൂടി വിഷയമാണ്.